ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയോട് സംസാരിക്കുകയാണ്. സച്ചി പറയുകയാണ്, നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടത്. ഇപ്പം എനിക്ക് കൃത്യസമയത്ത് വീട്ടിൽ വരണം, 2 വീഴ്ചയിട്ട് വരാൻ പറ്റില്ല. ഇപ്പം വന്ന് എൻ്റെ ഷർട്ട് എൻ്റെ ഡ്രസ്സ് തന്നെ ഏത് ഞാൻ ധരിക്കണം എന്ന് വരെ നീ തീരുമാനിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോയാലേ ഇതൊന്നും എനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്ന് സച്ചി പറയുകയാണ്. അതിനുശേഷം സച്ചി പറയുകയാണ്, എൻ്റെ വസ്ത്രങ്ങൾ അലക്കി വെടുപ്പാക്കുന്ന കണക്ക് എൻ്റെ മനസ്സിനെ വെടുപ്പാക്കാമെന്നൊന്നും നീ കരുതണ്ട. അതൊന്നും ഒരിക്കലും നടക്കാൻ പോവില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. ആ രീതിയിലേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. രേവതിയാണെങ്കിൽ അത് കേട്ടിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മുടെ സുധിയാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. പുള്ളിക്കാരൻ്റെ ബോധമൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെ കണ്ണ് തുറന്നു. അങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് ഡോക്ടറെയൊക്കെ മങ്ങി കാണാം. പിന്നീട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സുധി ചോദിക്കുകയാണ്, ഇത് ഞാൻ എവിടെയാണ്, ആരാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഇത് ഹോസ്പിറ്റലാണ്, പേടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, കാലിൽ കുഞ്ഞൊരു മുറിവുണ്ടായിരുന്നു, ബ്ലഡ് കണ്ടിട്ട് ബോധം കെട്ട് പോയതാണ്, അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധി പറയുകയാണ്, എനിക്ക് ബ്ലഡ് കണ്ടാൽ പേടിയാവും, അതിപ്പോഴല്ല കുഞ്ഞുനാളിലേ തൊട്ടുള്ള ശീലമാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സുധി ആകെ പേടിച്ചു പോവുകയാണ്. സുധി പറയാണ്, അയ്യോ എൻ്റെ കാലിന് എന്താ സംഭവിച്ചത്, എൻ്റെ കാലിന് എന്താ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, തൻ്റെ കാലിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിവുണ്ട്, അത് അങ്ങ് അറ്റത്തെ കുഞ്ഞു വിരലിലാണ്, അത് വണ്ടിയുടെ വീലിൽ ചെറുതായിട്ടൊന്ന് കയറിയതിൻ്റെതാണ്, പക്ഷേ വലിയ മുറിവൊന്നും അല്ല, ഒന്ന് ചതവേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് ഒരു ചെറിയൊരു മെറ്റലിൻ്റെ ചെറിയൊരു പീസ് കയറിയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് എടുക്കണം, അതിന് ചെറിയൊരു സർജറി വേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സുധിക്ക് പേടിയാവണം, അയ്യോ സർജറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണേ, എടോ പേടിക്കാനൊന്നുമില്ല, ഇത്തിരി താന്നാണ് ആ ചെറിയൊരു കുഞ്ഞൊരു പീസ് കല്ലിൻ്റെ ഇരിക്കുന്നത്, അപ്പോൾ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്ന് കരുതി പേടിക്കേണ്ട ഒരാവശ്യമില്ല എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. എന്നിട്ട് ഡോക്ടർ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഇത് ഞാൻ അന്ന് കണ്ട ഓഫീസിൽ വെച്ച് കണ്ട ആളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതെ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ, ഞാനാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, നിങ്ങൾക്ക് വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബ്ലഡ് കണ്ടപ്പോൾ അപ്പോഴേ ബോധം പോയായിരുന്നു, ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ശ്രുതി സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ രവി പാട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്തെ അനുരാഗം മൂളും തത്തമ്മേ, ആ ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ കാവ്യമാധവനും ദിലീപും കൂടിയുള്ള ആ പാട്ടും കണ്ടുകൊണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രവി. അപ്പോഴത്തേക്കിന് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് റിമോട്ട് എടുത്തിട്ട് ആ TV അങ്ങ് ഓഫാക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി രവിയോട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കുകയാണ്, ഞാൻ കണ്ടുകൊണ്ടിരുന്ന പാട്ട് വന്ന് നിർത്തിയിട്ട് എന്നോട് സമാധാനമായോ എന്നാണോ നീ ഇപ്പോൾ ചോദിക്കുന്നത്, അത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണം, അതല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ സുധിയെ ഇവിടുന്ന് അടിച്ച് ഒട്ടിച്ച് വിട്ടപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ, അതാണ് ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവി പറയാണ്, അങ്ങനെ ആരും അടിച്ചിറക്കി വിട്ടതൊന്നുമല്ല, അവൻ്റെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ചന്ദ്രമതി അടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ചന്ദ്രമതി പറയണം, ഇപ്പം എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയാൻ ഒരു വഴിയില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ വിളിച്ചിട്ട് അവൻ്റെ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ എന്തോ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, അങ്ങനെ അവൻ കടുങ്കൈ ഒന്നും ചെയ്യത്തില്ല, അതിനുള്ള അതൊക്കെ അതിജീവിക്കാനുള്ള പ്രായവും പ്രാപ്തിയും ഒക്കെ അവനുണ്ട്, പിന്നെ അവനിപ്പോൾ അന്നേരമുള്ള ആ ഒരു ദേഷ്യത്തിന് പോയതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അവനിങ്ങ് വന്നോളും, അല്ല എൻ്റെ കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൻ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, അത് ബാറ്ററി ചാർജ് അങ്ങനെ തീർന്ന് ഓഫായതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം, അതെ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ലല്ലോ, ഈ വീട്ടിൽ അവന് വേണ്ടിയിട്ട് സംസാരിക്കാനൊന്നും ആരുമില്ല, അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി, അതിനവൻ എല്ലാവരോടും മാപ്പ് ചോദിച്ചതാണ്, എന്നിട്ടും ആർക്കും അവനോട് ഒരു ദൈവവുമില്ല, എൻ്റെ കുഞ്ഞിനെ എന്തുമാത്രം അവൻ വേദനിച്ചിട്ടുണ്ടാവും, എൻ്റെ മോൻ എവിടെയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉയരെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ആ സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. ഇതാ അമ്മേ പാല് എന്നും പറഞ്ഞിട്ട് പാല് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്,
ആഹാ നീ കൊള്ളാലോടി, നീ മിടുക്കിയാണല്ലോ, നീ രാത്രി എനിക്ക് പാല് തന്ന് എന്നെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്കും നിൻ്റെ ഭർത്താവിന് ഈ വീട് അടച്ചങ്ങ് ഭരിക്കാമല്ലോ, അതിനു വേണ്ടിയല്ലേടി നീ എനിക്കിപ്പോൾ ഈ സമയത്തിന് പാല് കൊണ്ട് തരുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയോട് രേവതി പറയുകയാണ്, അല്ലമ്മേ, അമ്മ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പാല് കുടിക്കുന്ന ശീലം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുന്നത്, നീ എന്നെ കൂടുതൽ ശീലങ്ങളൊന്നും പഠിപ്പിക്കണ്ട, നീ എൻ്റെ വലിയ കൊച്ചമ്മ ചമയാനും നീ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി പറയുകയാണ്, ഈ പ്രശ്നങ്ങൾ മുഴുവനും ഊതി വീർപ്പിച്ചത് മുഴുവനും നീ ഒറ്റൊരുത്തിയാണ്. എന്താ നിനക്കൊരു തുള്ളി വെള്ളം എൻ്റെ മകന് കൊടുത്താൽ നിനക്ക് എന്താ പ്രശ്നം? അവനൊരിത്തിരി ചായയോ വെള്ളമോ ഇത്തിരി ആഹാരമോ വെച്ച് കൊടുത്താൽ എന്താ കുഴപ്പം? അവൻ ഇതിനു വേണ്ടി എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അതേസമയം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ ശ്രുതിയുടെ കാലിൻ്റെ കുഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശ്രുതി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നിട്ട് ശ്രുതി പറയുകയാണ്, ആഹാ ഇത് എപ്പോൾ ഉണർന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഞാനാണെങ്കിൽ ഇതേ നിങ്ങളുടെ ഫോണ് ഓഫായിട്ടിരിക്കുകയായിരുന്നു, ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുവച്ച് അത് ബാറ്ററി ചാർജ് ഫുള്ളാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ ഫോണ് ഓണാക്കി വെക്കേണ്ട ഒരു കാര്യം ഇല്ല, അല്ലെങ്കിലും എനിക്ക് വിളിക്കാനോ എന്നെ വിളിക്കാനോ ഒന്നും ആരുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതിയോട് ശ്രുതി ചോദിക്കുകയാണ്, അതെന്താ നിങ്ങൾക്ക് ആരുമില്ലേ, ബന്ധുക്കളും ആരുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഇല്ലടോ എനിക്ക് ആരുമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? പണം തന്നെയാണ് എല്ലായിടവും പ്രശ്നം. പണം ഇല്ലാത്തവും പിണം തന്നെയാണ്. പണം ഇല്ലെങ്കിൽ ആർക്കും ആരുടെയും വീട്ടിലോ സുഹൃത്തുക്കളെ ഇടയിലോ ഒന്നും ഒരു വില ഉണ്ടാവില്ല. എല്ലാത്തിനും അടിസ്ഥാനം പണം തന്നെയാണ്. ഇപ്പോൾ പണം ഇല്ലാത്തത് കൊണ്ട് എന്നെ ആർക്കും വേണ്ട എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അതിനുശേഷം ശ്രുതി പറയുകയാണ്, ഞാനൊരു അനാഥനാണ്, എനിക്ക് ആരുമില്ല, ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല, ഇനി അതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിന് കാരണമെന്ന് വെച്ചാൽ ശ്രുതി ചോദിക്കുന്നുണ്ട് വീട്ടിൽ അറിയിക്കണ്ടേന്ന്. അപ്പോഴാണ് പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് ശ്രുതി ചോദിക്കുകയാണ്, അല്ല ഇപ്പോൾ സമയം ഒരുപാടായല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊന്നും പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, ഓ എനിക്കും പറയത്തക്ക കണക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, ഞാൻ നിങ്ങളെ കണക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ സച്ചിയാണ്. സച്ചി വരികയാണ് വീട്ടിൽ. സച്ചി വരുന്ന സമയത്തിന് രേവതിയും ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയുകയാണ്, ആഹാ ചന്ദ്രമതി ഇങ്ങനെ മകനെ കാണാത്തതിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടിട്ടാണ് നമ്മുടെ സച്ചി വരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കണം, ആഹാ ചന്ദ്രമതി ഇവിടെ കുറേ നേരം കൊണ്ട് പറയച്ചിൽ തുടങ്ങിയതാണല്ലോ. എൻ്റെ ചന്ദ്രമതി, എൻ്റെ പൊന്നമ്മേ, അവനെ കക്കാൻ പഠിച്ച കള്ളനാണ്. അവനെ നിൽക്കാനും നന്നായിട്ട് അറിയാം. അവനിപ്പോൾ ഇവിടെ നിന്ന് പോയതുണ്ടല്ലോ, നമ്മുടെയൊക്കെ ചോദ്യം പേടിച്ചിട്ടാണ്. അവൻ്റെ പൈസ എന്ന് തരുമെന്ന് ചോദിച്ചപ്പോഴേ അതിന് അവന് പറയാൻ കൃത്യമായിട്ടൊരു ഉത്തരവില്ലല്ലോ, അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് മുങ്ങിയതാണ്. അതുമാത്രമല്ല എനിക്ക് എൻ്റെ ബലമായിട്ടുള്ള സംശയം എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ തന്നെ കാണണം ആ പൈസ. അവൻ സുരക്ഷിതമായിട്ട് എവിടെയോ അത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തേഞ്ഞൊട്ടിയ കഥയും പറഞ്ഞിട്ട് അവൻ നൈസിന് നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നതാണ്. ഇവിടെ തന്നെ അവന് സുഖിച്ച് കഴിയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആരും അറിയാതെ ആ പൈസ ഇച്ചിരിച്ച് ഉപയോഗിക്കാമെന്നാണ് അവൻ വിചാരിച്ചത്. ഇവിടെ വന്നപ്പോൾ ഇത്രയും കലപില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വീണ്ടും അവൻ്റെ സുരക്ഷിത താവളത്തിലേക്ക് അവൻ പോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്രമതി പറയണേ, നീ കൂടുതൽ അവനെ കുറ്റം പറയുകയൊന്നും വേണ്ട, നീ ഒറ്റൊരുത്തനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെയാക്കി എൻ്റെ മോനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി പറയാണ്, ആഹാ നിങ്ങളുടെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്നാണ്. നിങ്ങളല്ലേ ഈ മോന് എല്ലാം കൂട്ടുനിന്ന് ഇതെല്ലാം ചെയ്യിപ്പിച്ചതും ചെയ്തു കൊടുത്തതും. അപ്പോൾ ശ്രുതിക്ക് കിട്ടിയതിൻ്റെ പങ്ക് നിങ്ങൾക്കൂടെ കിട്ടിയോ എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ എന്നിട്ട് അപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നമ്മുടെ രവീന്ദ്രൻ ഇടപെടുകയാണ്. അങ്ങേര് പറയുകയാണ്, സച്ചി വെറുതെ ആരെക്കുറിച്ചാണെങ്കിലും ഊഹാപോഹം വെച്ചിട്ട് സംസാരിക്കരുത്. വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഇങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, നീ മിണ്ടാണ്ടിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണം, ഇതൊക്കെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം, ഇവനൊക്കെ തന്നെ എൻ്റെ മോനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നൊക്കെ പറയുകയാണ്. രേവതിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല. രേവതി മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി പറയണം, അതെ നിങ്ങൾ പേടിക്കുന്ന കണക്ക് നിങ്ങളുടെ മോൻ എങ്ങും ചെന്ന് തൊലഞ്ഞു പോവില്ല, അവനെ പഠിച്ച കള്ളനാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയണം, കക്കാൻ പഠിച്ച കള്ളനെ
കഞ്ഞി വെച്ച, അതായത് കള്ളൻ അവനാണെങ്കിൽ നല്ല പഠിച്ച കള്ളനാണ്. ആ കള്ളന് കഞ്ഞി വെച്ച അമ്മയാണ് നിങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രവി വഴക്ക് പറയാണ്. രവി പറയാണ്, മതി സച്ചി മതി, ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് തന്നെ നമ്മുടെ രേവതി അമ്മയ്ക്ക് പാല് വെച്ച് നീട്ടാണ്. ഇതാ അമ്മ ഇതങ്ങ് കുടിക്കുക എന്ന് പറഞ്ഞ് വെച്ച് നീട്ടുമ്പോൾ ചന്ദ്രമതി ആ പാല് കൈകൊണ്ട് തട്ടി എറിയുകയാണ്. അപ്പോൾ അവിടെ അത്രയും പാല് തെറിച്ച് വീഴുകയാണ്. അപ്പോൾ സച്ചിയൊക്കെ ചാടിപ്പറിച്ചങ്ങ് എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം രവീന്ദ്രനും എല്ലാവരും ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ്, നിനക്കെന്താടി വേറെ പണിയില്ലേ? ഇവർ കാണിച്ചതുണ്ടല്ലോ, എന്നോടുള്ള ദേഷ്യത്തിന് അവർ നിന്നോട് ഇങ്ങനെ കാണിച്ചത്, നിനക്ക് വേറെ പണിയില്ലേ? ഇതിനൊക്കെ ഇതും കൊണ്ട് കിടക്കേണ്ട, എന്താ നിനക്ക് ഇതൊക്കെ കൊണ്ട് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചി. രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് രേവതി വല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ വഴക്ക് കൊടുക്കുകയാണ്. രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രൻ നീ കാണിച്ചത്? നിനക്ക് വല്ല വകതിരിവുണ്ടോ? നീ ഈ കൊച്ചിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി പറയാണ്, എനിക്കറിയാം എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം, ഇവൾ ഒറ്റൊരുത്തി അതിന് എല്ലാത്തിനും പിന്നിൽ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതിയോട് രവീന്ദ്രൻ പറയണം, മോളെ നീ ഇവന് കൊണ്ടുപോയി ചോറ് കൊടുക്ക് എന്ന് പറയണം. അങ്ങനെ സച്ചി അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയണം, മോള് ചെല്ല് എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി നമ്മുടെ സച്ചിയുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ആണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളെ വിവാഹം കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഡിവോഴ്സായ സ്ത്രീയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്, ഞാൻ ഫ്രീ ബേഡാണ്, അതുകൊണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ അവസ്ഥയും, എനിക്കും പൈസ ഇല്ലാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാവർക്കും വേണ്ടത് പണമല്ലേ, അതില്ലാതാകുമ്പോൾ ആർക്കും ആരെയും ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്പാ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണേ, എൻ്റെ സ്വപ്നമാണത്, പക്ഷേ പൈസയില്ല, ഇപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരെണ്ണം തുടങ്ങണം എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ശ്രുതി പറയുകയാണ്, പിന്നെ ഇങ്ങനെ വീടാന്തരം പോയി ഇങ്ങനെ ജോലി ചെയ്യുന്നിടത്ത് എനിക്കുള്ള കസ്റ്റമറൊക്കെ നല്ല കാശുള്ള ആളുകളൊക്കെ തന്നെയാണ്, പക്ഷേ 10 പേര് കസ്റ്റമർ നല്ലതായിട്ട് കിട്ടുമെങ്കിൽ അതിൽ 3 പേര് കുഴപ്പക്കാരായിരിക്കും, അത് ആണുങ്ങളായിരിക്കും. അവരെയൊക്കെ ഡീൽ ചെയ്ത് ഒരു വിധത്തിലാണ് പിടിച്ച് നിൽക്കുന്നത്. കാരണം നമ്മുടെ ജോലിയല്ലേ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ്, എനിക്കറിയാം, എൻ്റെ അടുത്ത് വരുന്നവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് കോൾ വരികയാണ്. ശ്രുതി ചെന്നിട്ട് കോൾ എടുക്കുകയാണ്. അതിന് ശേഷം സച്ചിയോട് പറയുകയാണ്, ദേ വിളിക്കുന്നു ഒരു കോഴി, ഇയാൾ മഹാ കോഴിയാട്ടോ, പക്ഷേ ഇയാൾ എനിക്ക് ഒത്തിരി വർക്കുകൾ എനിക്ക് പിടിച്ചു തരുന്നത് കൊണ്ട് എനിക്ക് ഇയാളെ വെറുപ്പിച്ച് കളയാനും പറ്റില്ല, എന്തായാലും കോൾ എടുക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതി കോൾ എടുത്തിട്ട് പറയുകയാണ്, ഈ പാതിരാത്രി ഒന്നും വിളിക്കരുത്, ഇങ്ങനെയൊന്നും ഈ സമയത്തൊന്നും വിളിക്കുന്നത് ശരിയല്ല സാർ എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്കിപ്പോൾ ശ്രുതിയെ വിളിക്കുന്നതിന് പ്രത്യേകിച്ച് സമയവും കാലമൊക്കെ വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, വേണം, തീർച്ചയായും വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതും കേട്ടിട്ട് ഇങ്ങനെ ശ്രുതി ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് ചുരുക്കിയാണ് ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.